അർജുനന്റെ പാശുപതാസ്ത്രവും എറണാകുളത്തപ്പനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മഹാഭാരതം വനപർവവുമായി ബന്ധപ്പെട്ട എറണാകുളത്തപ്പന്റെ ഐതിഹ്യ കഥയിലേക്ക്. അഗ്നിദേവന്റെ അനുഗ്രഹത്താൽ അർജുനന് ഗാണ്ഡീവം എന്ന അതിദിവ്യമായ വില്ല് ലഭിച്ചിരുന്നു. എന്നാൽ ഗാണ്ഡീവവും മറ്റ് ദിവ്യാസ്ത്രങ്ങളുമൊന്നും കുരുക്ഷേത്ര യുദ്ധം ജയിക്കാൻ പര്യാപ്തമല്ലെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പരമശിവനെ പ്രീതിപ്പെടുത്തി പാശുപതാസ്ത്രം നേടിയെടുക്കണമെന്നും ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു. അങ്ങനെ അർജുനൻ ഹിമാലയത്തിലേക്ക് പോവുകയും അവിടെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ശിവലിംഗത്തിനടുത്തായി ഒറ്റക്കാലിൽ നിന്ന് തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ നാളുകൾ നീണ്ട അർജുനന്റെ കഠിന തപസ്സിൽ സംപ്രീതനായ പരമശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ അതിനു മുന്നോടിയായി അർജുനന്റെ പോരാട്ട വീര്യം ഒന്ന് പരീക്ഷിക്കണമെന്ന് പരമശിവൻ ആഗ്രഹിച്ചു. ഇതേ സമയത്താണ് ശകുനിയുടെ പ്രേരണയാൽ ദുര്യോധനൻ അർജുനനെ കൊല്ലാനായി അയച്ച മൂകാസുരൻ ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ അവിടെ എത്തുന്നത്. തന്നെ കൊല്ലാനായി പാഞ്ഞെടുത്ത കാട്ടുപന്നിയെ അർജുനൻ തന്റെ അസ്ത്രം എയ്ത് വീഴ്ത്തി. ശേഷം തന്റെ അസ്ത്രം തിരികെ എടുക്കാനായി കാട്ടുപന്നിക്കരികിലെത്തിയ അർജുനൻ കാട്ടുപന്നിയുടെ ദേഹത്ത് 2 അസ്ത്രങ്ങൾ കണ്ട് അമ്പരന്നു. അപ്പോൾ ഒരു കിരാതനും തന്റെ പത്നിയും അവിടെ എത്തിച്ചേർന്നു. തന്റെ അസ്ത്രത്താലാണ് കാട്ടുപന്നി കൊല്ലപ്പെട്ടതെന്നും അതിനാൽ കാട്ടുപന്നിയിന്മേലുള്ള പൂർണ്ണ അവകാശം തനിക്കാണെന്നും കിരാതൻ വാദിച്ചു. കിരാതന്റെ പത്നി അതിനെ പിന്താങ്ങുകയും ചെയ്തു. അർജുനൻ തീരെ വിട്ടുകൊടുത്തതുമില്ല. അങ്ങനെ ഇരുവരും തമ്മിൽ കലഹമുണ്ടാവുകയും പിന്നീട് അതൊരു വലിയ വാഗ്വാദമാവുകയും പിന്നീട് ഒരു പോരാട്ടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ വളരെ നേരം പോരാടിയിട്ടും കിരാതനെ തോൽപ്പിക്കാൻ അർജുനന് സാധിച്ചില്ല. മാത്രമല്ല അർജുനൻ ക്ഷീണിതനാവുകയും ചെയ്തു. തനിക്കൊരിക്കലും കിരാതനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അർജുനൻ പോരാട്ടം നിർത്തുകയും അങ്ങ് നേരത്തെ താൻ തപസ്സിനായി നിർമ്മിച്ചിരുന്ന ശിവലിംഗത്തിനടുത്തെത്തി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ശിവപൂജ നടത്തുകയും ചെയ്തു. എന്നാൽ ശിവപൂജയ്ക്കായി താൻ അർപ്പിക്കുന്ന പുഷ്പങ്ങളൊക്കെയും ചെന്ന് വീഴുന്നത് കിരാതന്റെയും പത്നിയുടെയും കാൽക്കലാണ് എന്ന് മനസ്സിലാക്കിയ അർജുനൻ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു കിരാതന്റെയും പത്നിയുടെയും വേഷത്തിൽ തന്നെ പരീക്ഷിക്കാനായി അവിടെ എത്തിയത് സാക്ഷാൽ പരമശിവനും പാർവതി ദേവിയുമാണെന്ന്. അർജുനൻ പരമശിവനെയും പാർവതി ദേവിയെയും സാഷ്ടാംഗം പ്രണമിക്കുകയും ഇരുവരോടും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അർജുനന്റെ പോരാട്ട വീര്യത്തിൽ സംപ്രീതനായ പരമശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. ഇതാണ് മഹാഭാരതം വനപർവത്തിൽ പറയുന്ന അർജുനന് പാശുപതാസ്ത്രം ലഭിച്ച കഥ. ഇനി എറണാകുളത്തപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥയിലേക്ക്. ദ്വാപരയുഗത്തിൽ കുലമുനി എന്നു പേരുള്ള ഒരു മുനി ഹിമാലയത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന് ദേവലൻ എന്നു പേരുള്ള ഒരു ശിഷ്യനുമുണ്ടായിരുന്നു. ഒരിക്കൽ മുനിയുടെ ഹോമത്തിനായി പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനായി ദേവലനും മറ്റ് ശിഷ്യന്മാരും കാട്ടിലേക്ക് പോയി. കാട്ടിൽ വെച്ച് ഒരു സർപ്പത്തെ അവർ കണ്ടു. പാമ്പിനെ കണ്ട് ഭയന്ന മറ്റ് ശിഷ്യന്മാർ ചെടികൾക്ക് പിന്നിലായി പോയി ഒളിച്ചു. എന്നാൽ ദേവലനാകട്ടെ ഒരു കാട്ടുവള്ളി പറിച്ചെടുക്കുകയും ആ കാട്ടുവള്ളി ഉപയോഗിച്ചുകൊണ്ട് കുരുക്കിട്ട് പാമ്പിനെ കൊല്ലുകയും ചെയ്തു. ദേവലൻ പാമ്പിനെ കൊന്നു എന്ന് മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് അറിഞ്ഞ കുലമുനി ദേവലനെ ശപിച്ചു. നീ പാമ്പിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു വിചിത്ര ജീവിയായി മാറട്ടെ എന്നായിരുന്നു ആ ശാപം. അങ്ങനെ ദേവലൻ പാമ്പിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഋഷിനാഗമായി മാറി. എന്നാൽ പിന്നീട് തന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ച ഋഷിനാഗത്തോട് മുനി ശാപമോക്ഷത്തിനുള്ള മാർഗം ഉപദേശിച്ചു. അതനുസരിച്ച് നേരെ കിഴക്ക് ദിക്കിലേക്ക് പോകണമെന്നും അവിടെ സർപ്പം പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു ശിവലിംഗമുണ്ടെന്നും ശിവലിംഗമുണ്ടെന്നും ആ ശിവലിംഗം എടുത്ത് ദക്ഷിണ ദിക്കിലേക്ക് പോയി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ശിവലിംഗം വച്ച് പൂജ നടത്തണമെന്നും പറഞ്ഞു. ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ആ ശിവലിംഗം ഭൂമിയിൽ ഉറയ്ക്കുമെന്നും അപ്പോൾ ആ ശിവലിംഗത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഋഷിനാഗം ശിവലിംഗവുമായി ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ചെയ്തു. നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് ശിവലിംഗം ഉപയോഗിച്ചുകൊണ്ട് പൂജ നടത്തുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അവിടെ ഒരു വൃക്ഷത്തണലിലായി ഈ ശിവലിംഗം വയ്ക്കുകയും തൊട്ടടുത്തുള്ള കുളത്തിലിറങ്ങി കുളിക്കുകയും ചെയ്തു. കുളി കഴിഞ്ഞ് തിരികെ എത്തിയ ഋഷിനാഗം ആ വൃക്ഷച്ചുവടിൽ വച്ചിരുന്ന ശിവലിംഗത്തിനുമേൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്തു. ശേഷം യാത്ര തുടരാൻ നേരം ശിവലിംഗം എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് അത് മണ്ണിൽ ഉറച്ചു പോയെന്ന്.
അങ്ങനെ മൺശിവലിംഗത്തിനു മേൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ഋഷിനാഗത്തിന് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. ഋഷിനാഗം പ്രതിഷ്ഠിച്ച മൺശിവലിംഗം പിന്നീട് ഭൂമിയിലേക്ക് താഴ്ന്നുപോയെങ്കിലും പിൽക്കാലത്ത് പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവപ്രതിഷ്ഠകളിലൊന്ന് അതേ സ്ഥലത്താണെന്നും അവിടെയാണ് പിന്നീട് എറണാകുളം മഹാശിവക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഋഷിനാഗം കുളിച്ച കുളം ഋഷിനാഗകുളമായും അറിയപ്പെടുന്നു. പരമശിവപ്രീതിക്കായി തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി അർജുനൻ അന്ന് നിർമ്മിച്ച മൺശിവലിംഗമാണ് പിന്നീട് ഋഷിനാഗം കൊണ്ടുവന്നതെന്നാണ് ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്നത്. എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന്റെ വശത്തായി ഒരു ഉപപ്രതിഷ്ഠയും അതിനടുത്തായി കിരാത ദമ്പതികളുടെ ചിത്രവുമുണ്ട്. ഇത് അതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതാണ് എറണാകുളത്തപ്പന്റെയും ഋഷിനാഗകുളത്തിന്റെയും മഹാഭാരതവുമായുള്ള ബന്ധം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 35-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.